ഹലോ ഗൈസ്, അങ്ങനെ ജാനകി അനാമികയെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന സത്യങ്ങൾ തിരിച്ചറിയുന്ന ആ ഒരു കിടിലൻ ത്രില്ലർ പ്രൊമോയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ എപ്പിസോഡ് എങ്ങനെയായിരിക്കും അറിയണ്ടേ? എന്തായാലും നമുക്ക് എപ്പിസോഡിലോട്ട് കടക്കാം. ആദ്യം തന്നെ കാണിക്കുന്നത് അനിയെയും ആദർശിനെയാണ്. അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ജാനകി വരുന്നത്. ജാനകി വന്ന പാടെ തന്നെ ആദർശിനെ ദേഷ്യം പിടിച്ച് ഒരുമാതിരി രീതിയിൽ നോക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോ ആദർശ് നോക്കുന്നുണ്ട്. അല്ല, എന്തു വെച്ച് ഇളയമ എന്നെ ആദ്യം കാണുന്നത് പോലെ? ആ, ചിലരെയൊക്കെ ഇപ്പൊ ആദ്യം കാണുന്ന പോലെ തന്നെയാണ്. എന്ന് വെച്ചാ നിന്റെ പഴയ സ്വഭാവമല്ലേ ഇപ്പോ? എന്റെ സ്വഭാവത്തിന് എന്താ പറ്റിയത്? എന്താടാ നീ, നിനക്ക് എന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നം തോന്നില്ല. പിന്നെ പണ്ട് ഏട്ടത്തി ഏട്ടൻ സ്നേഹിച്ചിരുന്നില്ല എന്ന് ഇപ്പൊ ഉള്ളി തട്ടി ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ്. അതൊരു മാറ്റമുണ്ട്. അതിപ്പോ ഒരു മാറ്റമായി കണക്കൂട്ടാൻ പറ്റുമോ? അതും ശരിയാണല്ലോ. അമ്മ പിന്നെ എന്താ ഉദ്ദേശിച്ചത്? അനി, നീ ഇങ്ങനെ പൊട്ടം കളിച്ച് നടന്നോ? അവസാനം നിനക്ക് കിട്ടേണ്ടതുകൂടി പലരും സ്വാധീനിച്ച് വാങ്ങിയെടുക്കും. ആ സമയത്ത് വായി തുറന്ന് മുകളിലോട്ട് നോക്കി നിന്നോണ്ടി. വല്ല ഈച്ചയെ നിന്റെ വായിൽ വന്നിരിക്കും. അത് മാത്രമേ നിനക്ക് അവസാനം കാണൂ. എന്തൊക്കെ ഇളയമയെ വിളിച്ചു പറയുന്നത്? ഇളയമയ്ക്ക് എന്താ വട്ടായോ? അതേടാ, വട്ടാവും. നിങ്ങളൊക്കെ കൂടി ഒറ്റയ്ക്ക് തിന്നാന്നങ്ങ് വിചാരിക്കേണ്ട. എന്താ ഇളയമ അതിന് മാത്രം ഇവിടെ ഉണ്ടായത്? എന്തിനാ ഇളയമ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ആദർശേ, നീ പഴയ ആദർശായിരുന്നെങ്കിൽ എനിക്ക് പേടിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നിന്റെ ജീവിതത്തിലേക്ക് ഒരുത്തി കടന്നു വന്നിട്ടുണ്ടല്ലോ. അവളെ ദിവസം കൂടുന്തോറും നിന്റെ മനസ്സിലെ വിഷം കുത്തി വെക്കുക. ഇപ്പൊ നിന്നെ പോലെ എനിക്ക് വിശ്വസിക്കാൻ പറ്റാതായി വന്നിട്ടുണ്ട്. ഇളയമ എന്താ പറയുന്നത്? ആദ്യം ഒന്ന് കാര്യം തെളിയിച്ച് പറ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പറയാം, കാര്യങ്ങളൊക്കെ നിനക്ക് തെളിയിച്ച് പറഞ്ഞുതരാം. എന്താ എന്റെ മോനെ നീ ഓഫീസിൽ കൊണ്ടുപോവാത്തത്? അതാണോ? അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഈ നിൽക്കുന്ന ഇവനോട് എന്നെ ചോദിക്ക്. ഇവനെ കുട്ടിക്കളി ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. എനിക്ക് കിട്ടുന്ന സമയമൊക്കെ ഞാൻ ഇവനെ ഉപദേശിക്കാറുണ്ട്. എന്നും വന്നില്ലെങ്കിലും വല്ലപ്പോഴെങ്കിലും ഓഫീസിൽ വന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് പോവാൻ പറയാറുണ്ട്. അങ്ങനെ കാര്യങ്ങൾ മാത്രം അന്വേഷിച്ച് പോയാൽ പോരല്ലോ. അവിടെ പല കാര്യങ്ങളിലും എന്റെ മോനും കൂടി MD ആയി ഇരിക്കേണ്ടതാണ്. ആ സ്ഥാനം ഒന്നും ഞാൻ തട്ടിയെടുക്കുന്നില്ലല്ലോ ഇളയമേ. ഇപ്പം വന്നാലും അവൻക്ക് 2-3 ബ്രാഞ്ചിന്റെ MDയുടെ ചെയറിലിരിക്കാം. അവൻ വരാതിരിക്കുന്നത് എന്റെ തെറ്റല്ലല്ലോ ഇളയമേ, നിന്റെ തെറ്റും കൂടി തന്നെയാണ്. പണ്ടൊക്കെ നീ അവനോട് ഏത് സമയം ഓഫീസിലോട്ട് വരാൻ പറയായിരുന്നു. എന്നാ ഇപ്പൊ നീ അങ്ങനെ എന്റെ മോനെ വിളിക്കുന്നില്ല. അതിന് കാരണം എന്താ? നിനക്ക് ഒറ്റയ്ക്ക് എല്ലാം കൂടി കിട്ടാനാണോ? ഇളയമേ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ സമയത്ത് അനി പറയുന്നുണ്ട്, അമ്മേ, ഓരോ വാക്കും സൂക്ഷിച്ചു വേണം പറയാന്. ഇപ്പൊ പറഞ്ഞ വാക്കുകളൊന്നും പിന്നെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അതിന് എന്താടാ ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞ വാക്ക് ഒരിക്കലും തെറ്റിയിട്ടില്ല. ഇവനെ നല്ല സ്വഭാവം ഉണ്ടായിരുന്നു. ഇവന്റെ ഭാര്യ ഇവന്റെ ജീവിതത്തിലോട്ട് വരുന്നത് വരെ. എന്നാ അവളെ എന്ന് വലതുകാലം ഇവന്റെ ജീവിതത്തിലേക്ക് എടുത്തു വെച്ചോ അന്ന് തുടങ്ങിയതാ ഇവന്റെ സ്വഭാവത്തിലെ മാറ്റവും. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്, അവളെ ദിവസേന തലയണ മന്ത്രത്തിലൂടെ ഇവന്റെ സ്വഭാവം മാറ്റിയെടുക്കും. പയ്യെ ഈ സ്വത്തുക്കളെല്ലാം ഇവന്റെ തലയിലോട്ട് വരും. അവസാനം നീയൊക്കെ കണ്ണു മിഴിച്ച് നോക്കി നിൽക്കത്തേയുള്ളൂ. അമ്മേ, മതി, നിർത്തുന്നുണ്ടോ? ആദർശേട്ടൻ അങ്ങനെയുള്ള ഒരാളല്ല. അത് തന്നെ ഞാനും പറഞ്ഞത്. അങ്ങനെയുള്ള ഒരാളായിരുന്നില്ല നിന്റെ ആദർശേട്ടൻ. ഇപ്പൊ അവനെ പലരും മാറ്റിയെടുത്തതാ. അങ്ങനെ മാറ്റിയെടുക്കാൻ കുറെ പേരുണ്ടല്ലോ. ഇളയമേ, ഓരോ അർത്ഥം വെച്ച് എന്റെ ഭാര്യയാണ് നിങ്ങൾ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അവക്ക് അങ്ങനെ ഒരു സ്വഭാവം ഇല്ല. അവയ്ക്ക് ഇവിടുത്തെ സ്വത്തോ ഈ ബംഗ്ലാവോ ഭവനോ ഒന്നും വേണ്ട. സ്വസ്ഥതയും സമാധാനമുള്ള എന്റെ കൂടെയുള്ള ജീവിതം മാത്രം മതി. അല്ലാതെ ഈ കണ്ട സ്വത്തുക്കളോടൊന്നും അവക്ക് ആർത്തിയില്ല. നിന്നവൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ധരിപ്പിച്ച് വെച്ച് കാണും. അതായിരിക്കും ഇങ്ങനെ പഠിച്ച പടി അതുപോലെ തന്നെ പറയുന്നത്. ഇളയമേ, എന്നെ അങ്ങനെ ഒരാൾക്കും പറ്റിക്കാനാകില്ല. എന്റെ ഭാര്യയുടെ മഹത്വം എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അതെനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ വിശദീകരിച്ചു തരേണ്ട ആവശ്യമില്ല. അനി, കേൾപ്പിച്ചപ്പോ നിനക്ക് സമാധാനമായല്ലോ. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് സമയം കിട്ടുമ്പോ ഓഫീസിലോട്ട് വരാന്. ഇപ്പോഴും നീ നിന്റെ കൂട്ടുകാരുടെ ഒപ്പൊക്കെ കറങ്ങി നടക്കുക. എപ്പോഴെങ്കിലും നീ ഒന്ന് ഓഫീസിലോട്ട് വന്നു നോക്കിയിട്ടുണ്ടോ? ഇതൊക്കെ നീ എന്നെ കേൾപ്പിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്? ഏട്ടാ, ഇനിയെങ്കിലും നീ ഓഫീസിലോട്ട് വരാൻ നോക്ക്. എനിക്കിതൊന്നും കേൾക്കാൻ വയ്യ. ഇത് പറഞ്ഞ് ആദർശ് അവിടുന്ന് ദേഷ്യം പിടിച്ച് പോകുന്നുണ്ട്. കണ്ടോ അവൻ ദേഷ്യം പിടിക്കുന്നത്? ഇതിലൂടെ നിനക്ക് മനസ്സിലാക്കാം ഇവന് നീ അങ്ങോട്ട് വരുന്നതിൽ ഒരു താല്പര്യമില്ലെന്ന്. അമ്മ നിർത്തുന്നുണ്ടോ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അമ്മയുടെ മനസ്സിൽ ആരെ ഇത്രത്തോളം വിഷം കുത്തി വെച്ചിരിക്കുന്നത്? ആദർശേട്ടൻ അങ്ങനെ മാറുന്ന ഒരാളല്ല അമ്മേ. പിന്നെ അവൻ മാറുന്ന ആളല്ലത്രേ. ആ സമയത്താണ് അനിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. എന്നാ ആ കോള് കണ്ട പാടെ തന്നെ അനി ഒന്ന് പതറി പോകുന്നുണ്ട് കേട്ടോ. ആരാ ഫോണില്? അത് പിന്നെ എന്റെ ഒരു കൂട്ടുകാരനാ. കൂട്ടുകാരനെന്ന് പറയാൻ നീ എന്തിനാ ഇങ്ങനെ പതറി കളിക്കുന്നത്? ഞാൻ പതറിയിട്ടൊന്നുമില്ല. അത് പിന്നെ ഞങ്ങൾ വൈകിട്ട് ഒരു റെസ്റ്റോറന്റിൽ വെച്ച് കൂടാൻ പറഞ്ഞിരുന്നു. അത് പറയാൻ വേണ്ടി വിളിച്ചതാ. ഞാൻ ഫ്രഷ് ആയിട്ടൊന്ന് പോവുക. നീ പൊയ്ക്കോടാ. ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാൻ നോക്ക്. കുറച്ച് സമയം കിട്ടുമ്പോ അനാമിക മോളെയും കൂട്ടി പുറത്തൊക്കെ ഒന്ന് പോവാൻ നോക്ക്. ഏത് സമയം ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് നടക്കല്ലേ. ഇതൊന്നും നിനക്ക് നല്ലതിനല്ല. ഞാൻ കൊണ്ടുപോയിട്ടേ അവള് പുറലോകം കാണും. അമ്മ വേണമെങ്കിൽ അവളെ കൊണ്ടുവെക്കോ, എന്നാലും ഞാൻ കൊണ്ടുപോവില്ല. ഇതും പറഞ്ഞ് ദേഷ്യം പിടിച്ച് അനി ഇവിടുന്ന് പോവാൻ കേട്ടോ. എന്ത് സ്വഭാവം ഇവന്റേത്. എന്നാലും ഇവൻ കാരാ വിളിച്ചത്? ആ നന്ദു ആയിരിക്കും.
അവൾ കിട്ടുന്ന സമയത്തൊക്കെ അവനെ വിളിക്കുക. എന്തായാലും അവൾ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണം. ഇതും പറഞ്ഞ് ജാനകി അനിയുടെ പിന്നാലെ പോവാണ് കേട്ടോ. അനിയാണെന്നുണ്ടെങ്കിലോ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യണം, ഒന്ന് ഫ്രഷ് ആവണം. ഇതിനു വേണ്ടി ബാത്റൂമിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. ആ കൃത്യസമയം തന്നെ കുത്തിയിട്ടിരിക്കുന്ന ആ ഫോൺ എടുക്കാൻ വേണ്ടി ജാനകി ചെല്ലാണ്. ബാത്റൂമിന്റെ ഡോർ അടച്ചെന്ന് ഉറപ്പാക്കിയപ്പോ ജാനകി മുറിയിലോട്ട് കയറിയിട്ട് അനിയുടെ ഫോൺ ചെക്ക് ചെയ്യാണ്. അങ്ങനെ കോൾ ലിസ്റ്റ് എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. കോൾ ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോഴോ നന്ദു തന്നെ. അതായത് എനിക്ക് നന്ദുവിനെ കാണാതിരിക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് പലതവണ അനി വീഡിയോ കോൾ വിളിക്കുന്നുണ്ട്. പക്ഷെ ഇനി ഇങ്ങനെ വീഡിയോ കോൾ വിളിക്കല്ലെന്ന് പറഞ്ഞിട്ടാണ് നന്ദു മെസ്സേജ് അയക്കുന്നത്. ആ മെസ്സേജ് എടുത്തു നോക്കാത്തതുകൊണ്ട് തന്നെ നന്ദു വിളിച്ച് ഈ കാര്യം പറയാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടിയാണ് നന്ദു ഫോൺ വിളിച്ചത് കേട്ടോ. ഓ ആ നന്ദു തന്നെ, അവളെ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. അവളെ വീട്ടിലോട്ട് ഞാൻ ചെല്ലും ഇന്ന്. ആ കനകയും കള്ളനും കൂടി മോളെ പറഞ്ഞ് ഉപദേശിക്കാതെ അവിടെ ചെന്നിട്ടും അവൾ ഈ ബന്ധം തുടരാൻ നോക്കുക. കാണിച്ചു കൊടുക്കാൻ ഞാൻ. ഇതും പറഞ്ഞ് വെറുതെ ഒന്ന് ഗാലറി നോക്കുകയാണ് കേട്ടോ ജാനകി. ആ സമയത്താണ് അനാമികയും കാമുകനും തമ്മിലുള്ള വീഡിയോ കാണുന്നത്. ഇത് കണ്ട പാടെ തന്നെ ജാനകി പറയുന്നുണ്ട്, അയ്യോ ഇത് അനാമിക മോളല്ലേ? അയ്യോ ആണല്ലോ, ഇതാരുടെ മടിയിലെ ഇവള് തലവെച്ച് കിടക്കുന്നത്? അയ്യോ ഇതേതോ ഒരു പയ്യനല്ലേ? ഇവൾക്ക് ഇങ്ങനെയുള്ള സ്വഭാവമുണ്ടോ? ഷേ, ഞാൻ എന്തൊക്കെയായി കാണുന്നത്? ഇതൊക്കെ സ്വപ്നമായാ മതിയായിരുന്നു. അയ്യോ സ്വപ്നമൊന്നും അല്ല. എന്താ ഞാൻ ഈ കാണുന്നത്? എന്നാ ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോ തന്നെ അനി ഡോർ ഓർന്ന് പുറത്തേക്ക് വരാട്ടോ. അമ്മേ അമ്മ എന്തിനാ എന്റെ ഫോൺ എടുത്തത്? ചേ, എന്താ അമ്മ ഈ കാണിക്കുന്നത്? അനി, ഈ വീഡിയോയിൽ കാണുന്നത് അനാമികയാണോ? അയ്യോ അമ്മേ, ആണോ അല്ലേ? അനാമികയാണോ എന്നാ ചോദിച്ചത്. അത് പിന്നെ ആണോ? അതെ അമ്മേ. ഇവളിത് ആരെ മടിയിലാ തലവെച്ച് കിടക്കുന്നത്? അവളുടെ കാമുകന്റെ. കാമുകനോ? അതെ, വിവാഹം കഴിച്ചിട്ടും അവക്ക് മറ്റൊരു കാമുകനുണ്ട്. ഇതുകൊണ്ടാ ഞാൻ അവളെ സ്നേഹിക്കാത്തത്. ഇതൊന്നും പറഞ്ഞിട്ട് ആർക്കും മനസ്സിലാവുന്നില്ലല്ലോ. എന്നിട്ട് നീ എന്തുകൊണ്ട് ഈ വീഡിയോ എനിക്ക് കാണിച്ചു തന്നില്ല? ഞാൻ ആദർശേട്ടന് കാണിച്ചു കൊടുത്തതാ. ആദർശേട്ടനാ പറഞ്ഞത് വെറുതെ ഒരു പ്രശ്നം ആർക്കും ഇടയിൽ ഉണ്ടാക്കണ്ടാന്ന് എന്ന് കരുതി ഇതുപോലെ അഴിഞ്ഞാടി നടക്കുവാണ് അവള്. ഇതൊക്കെ അനന്തപുരി തറവാടിന് എത്രത്തോളം നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണെന്നറിയോ? അവളെ ഞാൻ ഒരു നിമിഷം ഇവിടെ വെച്ച് ഉറപ്പിക്കില്ല. കാണിച്ചു കൊടുക്കാൻ ഞാൻ. എത്രത്തോളം ഞാൻ അവളെ സ്നേഹിച്ചെന്നറിയോ? ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടും അവളെ തിരിച്ച് ഇങ്ങനെയൊക്കെ ആണോ? അമ്മയാണ് അവളെ മനസ്സിലാക്കാത്തത്. അമ്മ അവളെ തലയെ കയറ്റി വെച്ച് കൊണ്ട് അടക്കില്ലായിരുന്നോ? എന്നാലും എനിക്ക് എന്തൊരു ശിക്ഷ ഇത്. ഞാൻ അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. അവൾ എനിക്ക് തന്ന ശിക്ഷയാണ് ഇത്. ഇതും പറഞ്ഞ് ജാനകി ആ ഫോണിൽ നിന്ന് തന്നെ അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ വേണു ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ ഹലോ, ഞാൻ ജാനകിയാണ്, അനിയുടെ അമ്മ. ഓ ജാനകി, എന്തുണ്ട് വിശേഷം? വിശേഷം പറയാനല്ലേ ഞാൻ നിങ്ങളെ വിളിച്ചത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ അനന്തപുരിയിൽ എത്തണം. അനന്തപുരിയിൽ എത്താനോ? എന്താ കാര്യം? മോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? അതൊക്കെ വന്നിട്ട് പറയാം. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിയേ പറ്റൂ. എന്താ പ്രശ്നം? പ്രശ്നമൊക്കെ ഇവിടെ വന്നിട്ട് പറയാം. പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും കൂട്ടി ഇങ്ങോട്ട് വരാൻ നോക്ക്. ശരി. എന്നാലും അനിയുടെ അമ്മ. ഇതും പറഞ്ഞപ്പോ തന്നെ അനിയുടെ അമ്മ ഫോണ് കട്ട് ചെയ്തു കേട്ടോ. രേവതി, നീ പെട്ടെന്നൊന്ന് പോയി റെഡി ആയിക്കേ. ആ അനന്തപുരിയിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മോൾ അടുത്ത പ്രശ്നം ഉണ്ടാക്കി വെച്ചെന്നാ തോന്നുന്നത്. എന്നാലും ജാനകിയാ ദേഷ്യപ്പെട്ട് വിളിച്ചത്. അയ്യോ ജാനകിയോ? ജാനകി മോളെ അത്രയ്ക്കും സപ്പോർട്ട് ചെയ്യാറില്ലേ? ഇന്ന് അവിടെ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നീ പെട്ടെന്ന് വാ. നമ്മൾ പെട്ടെന്ന് എത്തിയില്ലെങ്കിൽ അത് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അവര് രണ്ടുപേരും കൂടി മാറ്റി അനന്തപുരിയിലോട്ട് വരുന്നുണ്ട് കേട്ടോ. അനന്തപുരിയിൽ അവരെ കാറ് നിർത്തുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് അനന്തപുരിയിലോട്ട് വേണുവും രേവതിയും ഓടിക്കയറാണ്. എന്താ സംഭവം? എല്ലാവരും ചുറ്റിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ദേഷ്യം പിടിച്ചിരുന്ന ജാനകി ചാടി എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തു പറ്റി ജാനകി? മോളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയോ? മിസ്റ്റേക്ക് പറ്റിയോന്ന്? മക്കളെ വളർത്തുമ്പോ നല്ലപോലെ വളർത്തണം, ഇല്ലാന്നുണ്ടെങ്കിൽ അവര് വഴിപിഴച്ചു പോകും. എന്നാ ഇത് കേട്ടോണ്ടാണ് അനാമിക ഒരു ഭാഗത്തു നിന്ന് കയറി വരുന്നത്. അത്രയും നേരം അനാമിക അവിടെ ഇല്ലായിരുന്നു കേട്ടോ. ജാനകിയാണ് അനാമികയെ വിളിച്ചു വരുത്തിയത്. അനാമിക ആണെങ്കിൽ പുറത്തുനിന്ന് കയറി വരാണ്. അപ്പൊ വേണു പറയുന്നുണ്ട്, മോളിത് എവിടെ പോയി വരാ? അപ്പൊ മോളിവിടെ ഇല്ലായിരുന്നു. അപ്പൊ ജാനകി പറയുന്നുണ്ട്, ഇല്ല, നിന്റെ മോളെ കണ്ടവന്മാരുടെ മടിയിൽ തലവെച്ച് കിടക്കാൻ പോയിക്കുക. എന്ത്? ദേ ജാനകി, അനിയുടെ അമ്മയായി പോയി. അല്ലെങ്കിൽ എന്റെ വായെന്ന് വല്ലത് കേട്ടിരുന്നു. എന്റെ മോളെക്കുറിച്ച് അനാവശ്യം പറയുന്നു. അപ്പൊ രേവതി പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്കും മനുഷ്യ. ദേ ജാനകി, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നിന്നെ കുത്തിത്തിരിപ്പിച്ച് കാണും എന്ന് കരുതി എന്റെ മോളെ പറ്റി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, വെറും കൈയോടെ നിങ്ങൾ നോക്കി നിൽക്കത്തില്ല. എന്നാ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യേ. ഞാനേ തെളിവ് സഹിതമാ പറയുന്നത്. ദേ, ഇത് നിങ്ങളുടെ മകളുടെ ബാഗാണ്. കൊണ്ടുപോയിക്കോ അവളെ. അവളെ ഇനി ഇവിടെ ആർക്കും ആവശ്യമില്ല. സ്വത്തിനു വേണ്ടിയാണ് അപ്പൊ മോളെ അനന്തപുരിയിലേക്ക് കയറ്റി വിട്ടത് അല്ലേ? ഇനി എന്തൊക്കെ രഹസ്യങ്ങൾ നിങ്ങളെ പിന്നിലുണ്ട്? എന്താ ജാനകി ഇങ്ങനെയൊക്കെ പറയുന്നത്? അനി, നീ ആ വീഡിയോ പ്ലേ ചെയ്തേ എല്ലാവർക്കും കാണിച്ചു കൊടുക്കേ. എല്ലാവരും അറിയട്ടെ ഇവരുടെ മകളുടെ മഹത്വം. എന്തിനാടി നീ എന്നോട് ഈ തെറ്റ് ചെയ്തത്? ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതുകൊണ്ടാണോ? എന്റെ മോനെ വഞ്ചിച്ച് നീ മറ്റൊരുത്തിയുടെ പിന്നാലെ പോവാ. പിന്നെ എങ്ങനെ എന്റെ മോൻ നിന്നെ സ്നേഹിക്കാനാ? പറയടി. നീ വഞ്ചിക്കുന്നവളാ. എന്നെയും അനന്തപുരിക്കാരെല്ലാവരും ഞാൻ വഞ്ചിച്ചു. അതും നിനക്ക് വേണ്ടി. എന്റെ സ്വഭാവത്തിൽ ഞാൻ നിനക്ക് വേണ്ടി പാടെ മാറ്റം വരുത്തി. പക്ഷെ അതൊക്കെ തെറ്റായിരുന്നു എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്. നയനമോളെ വീട്ടുകാരെയും ഞാൻ തള്ളി പറഞ്ഞു. ഈ വീട്ടിലുള്ളവരെ എല്ലാവരും
എല്ലാവരും വെറുപ്പിച്ച് ഞാൻ നിന്റെ കൂടെ നിന്നു. എന്നിട്ടും നീ എന്നോട് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയില്ലേ? ആ വീഡിയോ കണ്ടപ്പോ എല്ലാവരും ഞെട്ടി ഷോക്കായി നിൽക്കാണ്ടോ. അപ്പൊ മുത്തശ്ശിയും പറയുന്നുണ്ട്, എന്താ അനാമിക ഇത്? എന്താ ഞങ്ങൾ ഈ കാണുന്നത്? മറ്റൊരു പുരുഷന്റെ മടിയിൽ തല വെച്ച് കിടക്ക്. മുത്തശ്ശ, ഞാനിത് അറിയും കൂടിയില്ല. മിണ്ടരുത് നീ. അനി, ഇതെന്നാ സംഭവിച്ചത്? ഇപ്പോ 1-2 ആഴ്ചയായി. എന്നിട്ട് നീ എന്തുകൊണ്ട് ഇതാർക്കും കാണിച്ചു കൊടുത്തില്ല? അത് പിന്നെ ആദർശേട്ടനോട് ഞാൻ വിവരം പറഞ്ഞതാ. അപ്പൊ അവിടെ ആദർശ് ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ആദർശേ, നിന്നോടാണ് ഈ വിവരം പറഞ്ഞിരുന്നോ? അത് പിന്നെ മുത്തശ്ശ, പറഞ്ഞിരുന്നോ ഇല്ലയോ? പറഞ്ഞിരുന്നു. ഇത് കേട്ടപ്പോ തന്നെ മുത്തശ്ശൻ ആദർശിന്റെ കാരണം നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മറച്ചു വെക്കരുത്. അതെല്ലാവർക്കും മുന്നിൽ തുറന്നു പറയണം. ഇനി എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം? അപ്പൊ ജാനകി പറയുന്നുണ്ട്, അതെ, ഇനി എന്റെ മോന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പെണ്ണില്ല. ദേ, നിന്റെ വസ്ത്രം മുഴുവൻ ഇതിലുണ്ട്. നിങ്ങൾ പോകുമ്പോ ഇനി മോളെയും വിളിച്ചു പൊയ്ക്കോ. ഇനി ഇങ്ങനെ ഒരുത്തി അനന്തപുരിയിൽ ഇല്ല. എനിക്ക് മരുമകളായിട്ട് ഇവളെ വേണ്ട. ഓക്കെ, ഇനി നല്ല കിടിലൻ ത്രില്ലടിപ്പിക്കുന്ന എപ്പിസോഡുകളാണ് കേട്ടോ. അപ്പൊ എപ്പിസോഡ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.